ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. ഞാൻ സെമീറ അലിയാസ് ഫ്രം കുക്കിംഗ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കക്കയിറച്ചി വച്ചൊരു റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം കൂടിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നാടൻ രീതിയിൽ കക്ക റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കക്ക ക്ലീൻ ചെയ്തെടുക്കണം. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിങ്ങനെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് എടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെളിയുണ്ട്, അത് എടുത്ത് കളയണം. ഇതിൻ്റെ ഈ വേസ്റ്റ് എടുത്ത് കളയാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകും. എല്ലാതും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാതും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പിട്ട വെള്ളത്തിൽ ഒരു തവണ കഴുകി, പിന്നീട് ക്ലീൻ ആകുന്ന വരെ പല തവണ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് നെടുകെ കീറിയത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ പകുതി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഫിഷ് മസാല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, സവാള 2 എണ്ണം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് പൊടി ഇതിലേക്കിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇവിടെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന വേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം. അതിനുശേഷമാണ് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത്. മുളക് പൊടി ഒന്ന് പതിയെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഫിഷ് മസാലയും കുരുമുളക് പൊടിയോടെ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാകും. പൊടികളൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം.
നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ആവിയിൽ ഇരുന്നാണ് വേവേണ്ടത്. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ആവിയിൽ സിമ്മിലിട്ട് ആവിയിലിരുന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒട്ടും താമസം തന്നെ ഇല്ല, വേഗം തന്നെ റെഡിയായി കിട്ടും. കക്കയിറച്ചിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആ പകുതി നാരങ്ങ നീരോടെ പിഴിഞ്ഞുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.